ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ പൊതിച്ചോറുണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അതിനുവേണ്ടി ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ചോറും ചമ്മന്തിയും മാത്രം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചമ്മന്തി എടുത്ത് വെച്ചിട്ട് ബാക്കി കൂട്ടാനൊക്കെ അപ്പുറത്തിരിപ്പുണ്ട്. വീഡിയോ എടുക്കാൻ മറന്നുപോയി, സോറി. അതിനുശേഷം നമ്മൾ ഇല എടുത്ത് വാട്ടുകയാണ്. ആദ്യമായിട്ട് ഇല വാട്ടുന്നു. ഇല വാട്ടുകയെന്ന് പറഞ്ഞാൽ 3 ഇല വാട്ടുന്നുണ്ട്, അതുകൊണ്ടാകട്ടെ ഇച്ചിരി ഇതായിട്ട് കാണിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇലയൊക്കെ ക്ലീൻ ചെയ്ത് അതിലേക്ക് ചോറെടുത്ത് വെച്ചു. കാണിച്ച് ഇന്ന് മോൾക്ക് VBSന് പോകണം. അപ്പോൾ VBSന് പോകുമ്പം ഫുഡ് ഷെയറിങ് ദിവസം സ്നേഹവിരുന്നെന്ന് പറയും, അതിൻ്റെ ഇതാണ്. അതിനുവേണ്ടിയാണ് ചോറിന്ന് ഉണ്ടാക്കിയത് തന്നെ. ചോറ് ഇത്തിരി വെന്ത് പോയി, എന്നാലും ആവശ്യത്തിലുള്ള. അപ്പോൾ ഷെയറിങ് ചെയ്യേണ്ടി ഇച്ചിരി കൂടുതൽ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. ചോറെടുത്തു. അതിനുശേഷം ഞാൻ അതിലേക്ക് ചമ്മന്തിയാണ് വെക്കുന്നത്. ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഇഞ്ചിയും പുളിയും ഒക്കെ വെച്ചരച്ച ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റുള്ള ചമ്മന്തി കേട്ടോ. അപ്പം ചമ്മന്തി വെച്ചതിന് ശേഷം നമ്മളതിനകത്ത് കോവയ്ക്ക മെഴുക്ക് പുരട്ടി. അപ്പം ചില സ്ഥലങ്ങളിൽ ഇതിന് ഉപ്പേരി എന്ന് പറയാം അല്ലേ. ഇത് നമ്മുടെ ഇവിടെയൊക്കെ മെഴുക്ക് പുരട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ കോവയ്ക്ക മെഴുക്ക് പുരട്ടി റൗണ്ടിലരിഞ്ഞാണ്, നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് മൂത്ത് കിട്ടും. അതിനുശേഷം നമ്മൾ ബീട്രൂട്ട് തോരൻ എന്ന് പറഞ്ഞാൽ ചോറും ചമ്മന്തിയും ബീട്രൂട്ട് തോരൻ നല്ല കോമ്പിനേഷനാണ്. നമ്മൾ ഇളക്കി കഴിയുമ്പോൾ ചോറിങ്ങനെ ചുമന്നിരിക്കുന്നത്, എന്താ രസം കാണാൻ തന്നെ. അപ്പോൾ ബീട്രൂട്ട് തോരൻ വെച്ചതിന് ശേഷം നമ്മൾ മീൻ വറുത്തത്. അപ്പോൾ മീൻ വറുത്തത് അതും ഇങ്ങനെ സൈഡിലേക്ക് വെക്കണം. ഇപ്പം ഇന്നും പൊതിച്ചോറിൻ്റെ ഒരു കോമ്പിനേഷനല്ലേ ഇതൊക്കെ. അപ്പോൾ അങ്ങനെ മീൻ വറുത്തതും നമ്മളിങ്ങനെ സൈഡിലേക്ക് വെച്ചു. അതിന് ശേഷം ഒരു മുട്ട എടുത്തിട്ട് മുട്ട പൊരിച്ച് അതിൻ്റെ പുറത്തേക്ക് വെച്ചു. കാണാൻ എന്ത് രസം നോക്കിക്കേ, മുട്ട പൊരിച്ച് അങ്ങനെ ഇരിക്കും. അപ്പം അതിന് ശേഷം ഇച്ചിരി അച്ചാറൂടെ ആകാമെന്ന് വിചാരിച്ച് ഇച്ചിരി കടുമാങ്ങ അച്ചാറൂടെ സൈഡിലേക്ക് വെച്ചു. മാങ്ങ അച്ചാറൂടെ സൈഡിലേക്ക് വെച്ചതിന് ശേഷം നമ്മളിതിനെ പെട്ടെന്ന് പാക്ക് ഇച്ചിരി ലേറ്റായിപ്പോയി, അതുകൊണ്ട് ഇച്ചിരി ധൃതി വെച്ച് ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ പാക്ക് ചെയ്ത് എങ്ങനെയൊക്കെയോ ചെയ്ത് കാണിച്ചാൽ പറ്റുന്ന രീതിയിലൊക്കെ അതിനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം വലിയ സ്റ്റൈലിലൊന്നും അല്ല കെട്ടിയിരിക്കുന്നത്, എങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിൽ അതിനെ കെട്ടിയിട്ടുണ്ട്. എങ്ങനെയായാലും പൊതിച്ചോറ്. അപ്പോൾ ആ പൊതിച്ചോറ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. മോളങ്ങനെ പോയി. അതിനുശേഷം ഞാൻ വേറെ 2 ഇലയും കൂടെ എടുത്തു. അപ്പോൾ എനിക്കും ഹസ്ബൻഡിനുള്ളതാണ്. അപ്പോൾ 2 പൊതിച്ചോറുകൂടെ ഞാൻ വേറെ കെട്ടി. ഇതേ കൂട്ടാനും ചോറുമൊക്കെ ഇതുപോലെ തന്നെ വെച്ച് അവരെയും പാക്ക് ചെയ്തതിന് ശേഷം 2 ചോറ് ഞങ്ങൾക്ക് ഉച്ചക്കത്തേന് വേണ്ടിയുള്ള കേട്ടോ. ആ ചോറ് കണ്ടു 2ഉം പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഈ പൊതിച്ചോറ് ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ എന്തായാലും ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം, എന്തൊരു മണം. അങ്ങനെ ഉച്ചയായി. ഉച്ച ഏകദേശം 2:30 കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേരും ഫുഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പൊതിച്ചോറ് എന്താ രസം. വെച്ചിരുന്ന കൂട്ടാലും കൂടെ എല്ലാവരും കൂടെ ഒരുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ 2 ഇലയും കാലിയായി. നല്ല ടേസ്റ്റി ആയിട്ട് ഫുഡ് കഴിച്ചു, മൊത്തം കഴിച്ചു കേട്ടോ. നോക്കിക്കേ, അങ്ങനെയല്ല നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് പൊതിച്ചോറുണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഇത് കണ്ട എല്ലാവരോടും ഒത്തിരി താങ്ക്സ്. നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് പൊതിച്ചോറുണ്ടാക്കി കഴിക്കാൻ ഓർക്കുക.